JNUവിൽ രാംനവമിക്ക് മീറ്റ് സെർവ് ചെയ്തെന്നല്ല, മീറ്റ് ഇരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ കുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ അബ്സേർഡിറ്റി സംഘ് പരിവാർ വയലൻസ് മാത്രമാണ്. ഇതല്ലെങ്കിൽ വേറൊരു റീസൺ അവർ കണ്ടുപിടിക്കും. കാരണം ഇന്ത്യയിലുള്ള നോളജ് സെൻറ്റേഴ്സിനെ എല്ലാം തകർക്കണം, അങ്ങനെ ഇവിടെ ഡിസെൻറ്റിൻ്റെ എല്ലാ സ്പേസസും ഇല്ലാതാക്കണം എന്നുള്ള വലിയ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നോളജ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ ഇവർക്ക് ഇത്രയും ദേഷ്യവും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കുട്ടികളുടെ തലയടിച്ച് പൊട്ടിക്കുന്നു, ഹോസ്റ്റലിൽ കയറി വയലൻസ് കാണിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ബ്ലേറ്റൻ്റ് ആയിട്ട് കള്ളം പറയുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും വലിയ ഐറണി ആയിട്ട് തോന്നിയത് അവർക്ക് എങ്ങനെയാണ് രാംനവമി വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നതെന്നാണ്. രാമൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, വിച്ച് ഇസ് വെരി വെരി ഫണ്ണി ഫോർ മീ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അമ്പും വില്ലും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ബ്രദർ അമ്പും വില്ലും കൊണ്ട് നടക്കുന്നു. ഇവർ കാട്ടിൽ താമസിക്കുന്നു, കാട്ടിൽ അവർ കൃഷി ചെയ്തോളം താമസിച്ചുകൊണ്ടിരുന്നത്. അല്ല, സീരിയസ്ലി, രാമൻ ക്ഷത്രിയനല്ലേ? ക്ഷത്രിയന്മാരുടെ പല ധർമ്മങ്ങൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർലി രാജാവായിരുന്നവരുടെ പല രാജധർമ്മങ്ങളുടെ അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളിൽ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്തായിരുന്നു? ഹണ്ടിന് പോകുന്നതാണ്. അത് എല്ലാ രാജാക്കന്മാരുടെ ക്രോണിക്കിൾസും നമുക്ക് നോക്കിയാൽ അറിയാം. ഇനി ഒരു റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ദണ്ഡകാരണ്യത്തിലായിരുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് രാമനും സീതയും ലക്ഷ്മണനും മീറ്റ് കഴിക്കുന്ന റെഫറൻസ് നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ വാൽമീകി രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിൽ സീത രാവണനാൽ അപഹരിക്കപ്പെട്ട് പോയി കഴിയുമ്പം ഒരു വേഴ്സ് ഉണ്ട് വിച്ച് സേസ് രാമ സ്റ്റോപ്ഡ് ഈറ്റിംഗ് മീറ്റ്. ആ വിരഹ ദുഃഖത്തിൽ രാമൻ മീറ്റ് കഴിക്കുന്നത് നിർത്തി എന്നുള്ളത്, വിച്ച് വെരി സർട്ടൻലി മീൻസ് ദാറ്റ് ഹി യൂസ് ടു ഹാവ് മീറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിടും, നമുക്കെല്ലാം അറിയാവുന്ന ഒരു സ്റ്റോറി എന്താണ്? സീത മാനിനെ കാണുന്നു, മരീചനാണ് ആക്ച്വലി മാനിൻ്റെ പുറകെ രാമൻ പോകുന്നു. അപ്പോൾ സീത എന്തിനായിരിക്കും ഈ മാനിനെ ആഗ്രഹിച്ചത്? ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളൊരു ഫാൻസിക്ക് പറയാൻ വേണ്ടി വളർത്താൻ വേണ്ടി ഭയങ്കര ക്യൂട്ടായിട്ടൊരു മാനായിരുന്നായിരിക്കാം, വളർത്താൻ വേണ്ടിയോ. അങ്ങനെയാണെങ്കിൽ രാമൻ പോയി അമ്പ ചെയ്ത് എന്തിന്? അമ്പയില്ലല്ലോ, നമുക്ക് വളർത്താനുള്ളൊരു മാനിനെ അമ്പയില്ലല്ലോ, പക്ഷെ രാമൻ പോയി അമ്പ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വെരി ക്ലിയർലി വാട്ട് ക്യാൻ യു സീ ഹിയർ? നോൺ വെജിറ്റേറിയൻ ആയിട്ടൊരു ട്രഡീഷനെ വെജിറ്റേറിയനൈസ് ചെയ്യാൻ ഉള്ളൊരു അറ്റംപ്റ്റാണ് ഇത്. But what is even more dangerous is not just this attachment of vegetarianism with a certain community. It's a certain set of moral high groundedness that you're displaying. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കുറെ കൂടെ പ്യുവറാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കുറെ കൂടെ റിച്വലി ക്ലീൻ ആണ് എന്ന് കാണിക്കാനുള്ളൊരു അറ്റംപ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ വേദ പുരാണ പാരമ്പര്യങ്ങൾ ഇല്ലാത്തൊരു കാര്യത്തിനാണ് നിങ്ങൾ വാദിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മനുഷ്യരെ പോയി അടിക്കുന്നതും തല്ലുന്നതും ഒക്കെ. പക്ഷേ വെരി ഫണ്ണിലി രാജ്പൂത്സ് ഈറ്റ് മീറ്റ്, ബംഗാളി ബ്രാഹ്മിൻസ് ഈറ്റ് മീറ്റ്, കശ്മീരി ബ്രാഹ്മിൻസ് ഈറ്റ് മീറ്റ്. അപ്പം ഈ ഒരു നോൺ വെജിറ്റേറിയൻ ലോജിക്ക് തന്നെ കംപ്ലീറ്റ്ലി അങ്ങനെ ലോജിക്കില്ല, ഇറ്റ്സ് ഇല്ലോജിക്കൽ. കാരണം നമ്മൾ ബ്രാഹ്മിൻസ് തന്നെ, ബ്രാഹ്മിൻസിനാണല്ലോ ഏറ്റവും സോ കോൾഡ് റിച്വലി ക്ലീൻ എന്ന് പറയുന്നത്. ഇത് തന്നെ വളരെ ഡൈവേഴ്സ് ആയിട്ടൊരു ഗ്രൂപ്പ്, അതിൽ മീറ്റ് ഈറ്റിങ്ങും നോൺ ഈറ്റിങ്ങും ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. സാൻസ്ക്രിറ്റിക് ടെക്സ്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെഫറൻസ് കിട്ടുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സ്റ്റുഡൻസിൻ്റെ തലയടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്? സോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വയലൻസ് പെർപ്പട്രേറ്റ് ചെയ്യണം. ഈ വയലൻസ് പെർപ്പട്രേറ്റ് ചെയ്യുന്നതിലൂടെ കുറേ ആൾക്കാരെ സൈലൻ്റ് ആക്കണം. അതുവഴി നിങ്ങൾക്ക് ഒരു സിഗ്നൽ കൊടുക്കണം, ദാറ്റ് ഡിസെൻറ്റ് വിൽ നോട്ട് ബി ടോളറേറ്റഡ്. ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു ഹിന്ദുത്വ ഇന്ത്യക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന എല്ലാ സ്പേസസിനെയും ഞങ്ങൾ കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റുകയും അവിടെ അതിന് എതിരെ നിൽക്കുന്ന മനുഷ്യരെ എന്തവസരം കിട്ടിയാലും ഞങ്ങൾ അവരെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്ന തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബട്ട് JNU വിൽ നോട്ട് ബെൻഡ് ഡൗൺ. ദാറ്റ് ഇസ് ദ ട്രഡീഷൻ ഓഫ് JNU. JNUവിൽ നിങ്ങൾക്ക് പല രീതികളിൽ പവർ എക്സസൈസ് ചെയ്തിട്ട് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം, പല രീതിയിലുള്ള ഇത് നിങ്ങൾ കാണുന്ന പോലെ വയലൻസ് കൊണ്ടുവരാം.
പക്ഷെ ജെ എൻ യുള്ള സ്റ്റുഡൻസ് ബെൻഡ് ഡൗൺ ചെയ്യില്ല. ജെ എൻ യു സ്ട്രോങ്ങർ, ജെ എൻ യു മാത്രമല്ല, നമ്മൾ ആൻറ്റി സി എ പ്രൊട്ടസ്റ്റുകളിൽ കണ്ടതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് നിങ്ങളുടെ തനിനിറം മനസ്സിലാകുകയാണ് ചെയ്യാൻ പോകുന്നത്. ബ്രെക്ത് പറയുന്നത് പോലെ വിൽ ദർ ബി സിംഗിങ് ഇൻ ദ ഡാർക്ക് ടൈംസ്? ഡെഫിനറ്റ്ലി ദർ വിൽ ബി സിംഗിങ് ഇൻ ദ ഡാർക്ക് ടൈംസ്. വി വിൽ സിംഗ് ഓഫ് ദ ഡാർക്ക് ടൈംസ്. അത് നടക്കുക തന്നെ ചെയ്യും. സോ യു വിൽ നെവർ ബി സക്സസ്ഫുൾ ഇൻ ദിസ് ബിക്കോസ് വി വിൽ നോട്ട് ബെൻഡ് ഡൗൺ. നമ്മുടെ പോപ്പുലർ സേയിങ് പോലെ യു ക്യാൻ ബറി യെസ് ബട്ട് വി ആർ സീഡ്സ്, വിൽ സ്പ്രൗട്ട് ആൻഡ് ഗ്രോ.